എല്ലാവർക്കും മല്ലുവീടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഗേള്, ഗെറ്റ്സ് ഇറ്റ് ബേബി, ഇന്ന് സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഈ ഒരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു സിനിമ നല്ല ഹൈപ്പിലാണ് വന്നത്. ഇതുവരെയായി ഈ ഒരു സിനിമ വിജയം നേടാൻ കഴിഞ്ഞില്ല. സിനിമ റിലീസായി മാസങ്ങളായി. ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഈ മാസം അവസാനം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വെയിറ്റിംഗിലാണ്. മമ്മൂട്ടിയുടെ സിനിമയായിട്ട് പോലും ബസൂക്ക OTTയിൽ വരുന്നില്ല. ചില അപ്ഡേറ്റുകൾ പ്രകാരം C5 ആയിരുന്നു ബസൂക്കയുടെ OTT വാങ്ങിച്ചിരുന്നത്. ഇത്രയും കാലമായിട്ടും ബസൂക്ക C5ൽ വന്നില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മാസം അവസാനം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് മസ്തിഷ്ക മരണം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ ത്രില്ലർ ഫാന്റസി സിനിമയാണ്. മസ്തിഷ്ക മരണം എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രജിഷ വിജയൻ, ദിവ്യ പ്രഭ, സന്ദീപ് ബാലകൃഷ്ണൻ, മണിയമ്പിള്ള രാജു എന്നിവരാണ്. ഈ ഒരു സിനിമ ഈ മാസം കഴിയുമ്പോൾ തന്നെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. സോണി ലീവിലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നതാനിയൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഖുഷി കപൂർ, ഇബ്രാഹിം അലി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് നതാനിയൻ എന്ന സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര പോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മാർച്ച് അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഖജുറാഹോ ഡ്രീംസ് എന്ന മലയാള റോഡ് ട്രിപ്പ് സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവരാണ്. ഈ ഒരു സിനിമ സൈന പ്ലേ ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാത്താൻ എന്ന സിനിമയെ പറ്റിയാണ്. ഒരു ഗ്രാമീണ ആക്ഷൻ ഡ്രാമ സീരീസ് ആണ് ഈ ഒരു സിനിമ. വിജയ് സേതുപതിയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് 27 ജിയോ ഹോട്ട്സ്റ്റാറിൽ കാത്താൻ എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT